പെരുന്നാളായതുകൊണ്ട് രാവിലെ തന്നെ കുളിച്ചെല്ലാം കഴിഞ്ഞിട്ട് മാറ്റമൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഫുഡ് ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പം ഞാൻ വിചാരിച്ചു ഒന്ന് ഞാനും ബിരിയാണി വെക്കാം, പായസം ഉണ്ടാക്കാൻ നോക്കാം. അങ്ങനെ പിന്നെ എല്ലാവരും എൻ്റെ പരീക്ഷണം ഓക്കെ ഇനി എന്താണെന്ന് വെച്ചാൽ ചെയ്യുക, അല്ലാതെ ഇപ്പോൾ വേറെ പാകില്ലല്ലോ എന്നൊക്കെ ആയി. അത് കഴിഞ്ഞ് ഇവർ രണ്ടാളും കൂടിയിട്ട് പള്ളിയിൽ നിസ്കരിക്കാൻ പോയി. അതിന് മുന്നേ രാവിലെ തന്നെ കൊച്ചുമ്മയും ഭാവിയും പോയി, എടുക്കാൻ പറ്റിയിട്ടുണ്ടായില്ല. അതൊക്കെ കഴിഞ്ഞിട്ട് ഇവർ രണ്ടാളും ലോക മല്ലയുദ്ധത്തിന് ശേഷമാണ് പോയിട്ടുള്ളത്. അതൊക്കെ ഞാനിങ്ങനെ ബിരിയാണി ഉണ്ടാക്കുന്ന തിരക്കില്ല, എന്തൊക്കെയാണ് ഇതിലിട്ടതെന്നൊന്നും എനിക്കറിയില്ല ഗൈസ്. വാരിപ്പൊത്തി എന്തൊക്കെ ഇട്ടു. അത് കഴിഞ്ഞിട്ട് പായസം ഉണ്ടാക്കാൻ അറിയാത്തതുകൊണ്ട് ഞാൻ പിന്നെ എനിക്കറിയാം, എന്നാലും ഞാൻ പിന്നെ ഇൻസ്റ്റൻറ്റ് വാഴലട വാങ്ങിച്ചിട്ട് ആണ്ട് കലക്കി, അതാണല്ലോ എളുപ്പം. അത് കഴിഞ്ഞിട്ട് ഇവള് രാത്രി ഉറങ്ങിപ്പോയിട്ട് മൈലാഞ്ചിട്ടുണ്ടായിരുന്നില്ല, രാവിലെയാണ് അത് ഇട്ട് കൊടുത്ത്. അത് കഴിഞ്ഞപ്പോൾ ഇവള് എന്നോട് പറഞ്ഞെന്താണെന്ന് അറിയാം, നിങ്ങൾക്ക് ഏതോ കുട്ടി ഇട്ടിക്കണു, ഓളെ സൂപ്പർ ആയിക്കണം, അപ്പോൾ അതിനേക്കാൾ സൂപ്പറാണോ എൻ്റെന്ന്. എന്താ അപ്പം തന്നെ മത്സരമാണ് ഓൾക്ക്. അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ രണ്ടാളും കൂടിയിട്ടാണ് ദമ്മൊക്കെ ഇടണത്. ഇതൊക്കെ എനിക്കറിയാം ഗൈസ്, എന്താ അപ്പോൾ അത് ഏതൊക്കെയോ വീഡിയോ കണ്ടിട്ട് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പഠിച്ചിട്ടുണ്ട്. അപ്പം ഞാനും അതൊക്കെ ചെയ്തു. അത് കഴിഞ്ഞാൽ പിന്നെ ഒബിയസ്ലി അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ തീറ്റയാണല്ലോ. നമുക്ക് പെരുന്നാളൊക്കെ വന്നാൽ തന്നെ തിന്നാനുള്ള ഒരേ ഒരു ഇതുള്ളൂ. രാവിലെ തിന്നുക, ഉച്ചക്ക് തിന്നുക, ഇടയിൽ പറ്റി അപ്പോഴും തിന്നുക, 3 മണി 4 മണി 3 മണി അത് കഴിഞ്ഞാൽ 7 മണി അത് കഴിഞ്ഞാൽ 9 മണി, അങ്ങനെ ഗ്യാപ്പിട്ട് തിന്നുന്ന പരിപാടിയാണ് നമുക്ക് കൂടുതലായിട്ടും ഉള്ളത്. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അടുത്ത ഓളോ എവിടേക്കെങ്കിലും കൊണ്ടുപോകണമെന്ന് പറഞ്ഞു. അപ്പോൾ ഓളെ മേക്കപ്പ് ചെയ്ത് കൊടുക്കണം എന്ന് പറഞ്ഞു. ഞാൻ പിന്നെ നാട്ടിലത്തെ പുഷ്പലത ചേച്ചി ആയതുകൊണ്ട് ഓളെ സൂപ്പറായിട്ടാണ് മേക്കപ്പാണ് ചെയ്ത് കൊടുത്ത്. ഓളാണ്ട് സുന്ദരിയായി. ഓളെ സുന്ദരിയായ ശേഷം അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ഞാനാണ്ട് സുന്ദരിയാവണല്ലോ. അതിന് പിന്നെ ഞാനും അവിടെ സുന്ദരിയായി. ഓ മൈ ഗോഡ്, എന്താ അപ്പോൾ ഒരു പവർ. അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ രണ്ടാൾ മാത്രമേ ഉള്ളതുകൊണ്ട് ഞങ്ങൾ 3 കൂടിയിട്ട് വാപ്പ ഞങ്ങൾ ബൈക്കിലാണ് പോയിട്ടുണ്ടായിരുന്നത്. പേരും വെയിലേനും. അത് കഴിഞ്ഞ് ഇവിടെ പാർക്കിൽ പോയി, സാധനത്തുമ്പോൾ കയറി. അത് കഴിഞ്ഞ് ഞങ്ങൾ ബീച്ചിൽ പോയി. അത് ബീച്ചിലൊക്കെ കിടന്ന് ആർമാദിച്ചതിന് ശേഷം ഞങ്ങൾ വീട്ടിൽ തിരിച്ചു പോകുമ്പോൾ